എറണാകുളം മൂത്തകുന്നത്ത് ദേശീയപാത 66ന്റെ ഭാഗമായുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച. മൂത്തകുന്നം വി.പി. തുരുത്ത് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ 2 പില്ലറുകൾ താഴേക്കിരുന്നതായി കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി നിർത്തിവച്ചിരിക്കുകയാണ്. എറണാകുളം മൂത്തകുന്നത്ത് ദേശീയപാത 66ന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂത്തകുന്നം വി.പി. തുരുത്ത് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പില്ലറുകൾ താഴേക്കിരുന്നു. ഇതേ തുടർന്ന് സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ചതിന് മുകളിലുള്ള കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി നിർത്തിവച്ചു. പാലത്തിന്റെ 2 തൂണുകളാണ് താഴേക്കിരുന്നതായി കണ്ടെത്തിയത്. പാലത്തിന്റെ പില്ലറുകൾക്ക് മുകളിൽ സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ചതിനു ശേഷമുള്ള പരിശോധനയിലാണ് 2 തൂണുകൾ താഴേക്കിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഗർഡറുകൾക്കിടയിൽ വിടവ് അനുഭവപ്പെടുകയും ചെയ്തു. ഇതോടെ കോൺക്രീറ്റിംഗ് നടത്തുന്നതിനായി തയ്യാറാക്കിയ സംവിധാനങ്ങൾ അഴിച്ചുമാറ്റി. പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പില്ലറുകളുടെ ഉറപ്പില്ലായ്മയാണോ അതോ പൈലിംഗിലെ തകരാറാണോ ഇതിന് കാരണമെന്ന് വ്യക്തമല്ല. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ പില്ലറുകൾ താഴുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. സംഭവം ഗൗരവകരമാണെന്നും പാലത്തിന്റെ സുരക്ഷയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അടിയന്തരമായി വിദഗ്ധ പരിശോധന നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ എത്രയും വേഗം ഇടപെടണമെന്നാവശ്യപ്പെട്ട് വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. സനീഷും രംഗത്തെത്തി. പിതുരത്തിന്റെ അങ്ങേ അറ്റത്ത് രണ്ടാമത്തെ തൂണാണ് ഇരുന്നതായി നമുക്ക് നേരെ കാണാൻ കഴിയുക. ഇപ്പോൾ തന്നെ കോൺക്രീറ്റ് നടക്കുമ്പോഴാണ് ആ പാലം ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഭാരം കയറിയ വണ്ടികൾ പോകുന്ന സമയത്താണെങ്കിൽ ഈ നാട്ടിനകത്തെ മനുഷ്യജീവനുകൾക്ക് വിലയില്ലാത്ത രീതിയിൽ ഉത്തരേന്ത്യൻ മോഡലുകളിൽ അവിടെ പാലങ്ങൾ തകരുമ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അത് ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇന്നത്തെ നിർമ്മാണത്തിൻ്റെ പ്രശ്നം കാണുന്നത്. ഇന്നലെ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മണൽവാരൽ തൊഴിലാളികളുമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ദേശീയപാത റീജിയണൽ ഡയറക്ടർക്കും കൊച്ചിയിലെ പ്രൊജക്ട് ഡയറക്ടർക്കും ഇതിൻ്റെ പരാതി നമ്മൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇത് അശാസ്ത്രീയമായി നിർമ്മാണമാണോ എന്നൊരാശങ്കയുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രം ഇതിലെ നിർമ്മാണം നടത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കണം എന്നാണ് ബന്ധപ്പെട്ട ഉപരിഗതാഗത വകുപ്പ് മന്ത്രിയോടും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുമതലയുള്ള നാഷണൽ NH 66 ചുമതലക്കാരോടും നമുക്ക് ആവശ്യപ്പെടാറുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ നടക്കും. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ കടയിൽ സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ ആടാ? നമുക്ക് സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട? പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.